ദിവിഷ്, ക്രമീകരണങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സൂര്യാസ്തമയത്തിന് മുൻപ് തന്നെ VS-ന് ഇവിടെ അന്ത്യവിശ്രമം ഒരുക്കുക എന്നുള്ളതാണ് പാർട്ടി മുന്നിൽ കാണുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. രാവിലെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ നടന്നിരുന്നു. ഇതിന് മുകളിൽ ഷെഡ് നിർമ്മിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നടന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം VS എന്ന പേര് അവിടെ ഇങ്ങനെ പൂക്കൾ കൊണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അരിവാൾ ചുറ്റിക ഉണ്ട്. ഏതാണ്ട് 3 ഭാഗവും തീർന്നു. ഇനി ഒരു ഭാഗത്ത് പൂക്കളിട്ട് അത് ഒരുക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഷെഡ് നേരത്തെ തന്നെ കെട്ടിയിരുന്നു. അങ്ങനെ അവസാനഘട്ട ഒരുക്കങ്ങൾ ഇപ്പോൾ ഇവിടെ വലിയ ചുടുകാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. VS-നെ സംബന്ധിച്ചിടത്തോളം ഏറെ ഒരു അടുപ്പമുള്ള സ്ഥലം കൂടിയാണ് ഇത്. പലതവണ ഇവിടെ VS വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം കിടക്കയിൽ ആകുന്നതിന് മുമ്പ് ആരോഗ്യവാനായിരിക്കുന്ന സമയത്തെല്ലാം തന്നെ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് വർഷവും നടക്കുന്ന ദീപശിഖ പ്രയാണം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതിന് VS എല്ലാ തവണയും പങ്കെടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ പുന്നപ്ര വയലാർ സമര നായകന് അന്ത്യവിശ്രമം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പാർട്ടി നേതാക്കളുടെ എല്ലാം ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിൽ എത്തിക്കഴിഞ്ഞു. അവിടെ വലിയ പുരുഷാരം അവിടെയുണ്ട്. അതിനുശേഷം ഇനി പാർട്ടി ഓഫീസിലേക്കാണ് കൊണ്ടുവരുന്നത്. പാർട്ടി ഓഫീസിലും അതിനുശേഷം പോലീസ് ഗ്രൗണ്ടിലും അദ്ദേഹത്തിനെ കാണുന്നതിന് വേണ്ടി ആളുകൾക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി സാധിക്കും. ഒപ്പം തന്നെ ഇവിടെ രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ നിന്നടക്കമുള്ള ആളുകൾ ഈ വലിയ ചുടുകാട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അവരെല്ലാം തന്നെ വന്ന് ഇവിടെ തങ്ങളുടെ പ്രിയ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി രാവിലെ മുതൽ തന്നെ ഇവിടെ ഒരു വലിയ തിരക്കായിരുന്നു. അതിപ്പോഴും നമുക്കിവിടെ കാണാം. അത്രയധികം തിരക്ക് എല്ലാ സ്ഥലങ്ങളിലും, ആലപ്പുഴയുടെ ഓരോ സ്ഥലങ്ങളിലും ഉണ്ട്. VS-ന് അന്ത്യവിശ്രമം ഒരുക്കുന്ന സ്ഥലമാണ്. വലിയ പ്രത്യേകതകൾ ഉള്ള സ്ഥലമാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം. ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് VS-നെ ഓർത്തിരിക്കുന്നത്? VS കേരളത്തിലെ ജനങ്ങളുടെ ഒരു വികാരമാണ്. നിലപാടുകളുടെ രാജകുമാരനാണ്. ഈ ഓരോ തരി മണ്ണും VS-നെ ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനമാണ്. കേരളം കണ്ടതിൽ വെച്ച് ഇതുവരെ ജീവിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ ഈ VS-നെ VS-ൻ്റെ ഐക്യദാർഢ്യം ഏർപ്പെടാൻ, VS-നെ പോലെ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് സത്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോരാടാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ന് ഇവിടെ ഇല്ലായിരുന്നു. VS-ന് നഷ്ടം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇന്ത്യക്ക് തന്നെ ഒരു നഷ്ടമാണെന്നാണ് പറയാനുള്ള ഈ അവസരത്തിൽ. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കണ്ണും കരളും ഒക്കെയാണ് VS. എങ്ങനെയാണ് VS-ന്? തീർച്ചയായിട്ടും സമൂഹത്തിലെ എല്ലാ തെറ്റുകൾക്കും എതിരെ വിരൽ ചൂണ്ടിയിട്ടുള്ള നേതാവാണ്. എല്ലാവരെയും ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായി ഒരുപോലെ കണ്ടൊരാൾ, അഴിമതിക്കെതിരെ എന്നും പോരാടിയിട്ടുള്ളയാൾ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ വളരെ ആവേശവും അന്തസ്സും തോന്നുന്നു. എങ്ങനെ VS-ന് എങ്ങനെ? VS-നെ കുറിച്ച് പറയാൻ നമുക്കൊരു വാക്കുകൾ തന്നെ ഇല്ല. ഞാൻ ഒരു സമ്മേളനം പ്രസംഗം കേട്ടത് ഇറാഖ് യുദ്ധത്തിന് ഐക്യദാർഢ്യം ജില്ലാ കമ്മിറ്റി ഒരു സമ്മേളനം നമ്മൾ മുനിസിപ്പൽ മാനേജ് നടത്തിയായിരുന്നു. അന്നത്തെ പ്രസംഗമാണ് കേൾക്കേണ്ടിയിരുന്നത്. രാഷ്ട്രീയം കാര്യങ്ങൾ പറയുന്നത് അത് മറക്കാനാകാത്തൊരു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ. അല്ലാതെ നീട്ടിമുറുക്കൊക്കെ സംസാരിക്കുന്നത് കേട്ടത്. ഇത് അതല്ല, നീട്ടിമുറുക്കല്ലായിരുന്നു. ഈ ജില്ലാ കമ്മിറ്റി അന്ന് മുനിസിപ്പൽ മാനത്ത് കേട്ട ജനങ്ങൾക്കറിയാം അന്നത്തെ പ്രസംഗം. അത് മറക്കാനാകത്തില്ല. VS എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തെ പറ്റി എഴുതിയിരിക്കുന്ന പല പ്രസംഗങ്ങളിലും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നീട്ടലും കുറുക്കലും തുടക്ക കാലഘട്ടത്തിൽ പലർക്കും അത് സ്വീകാര്യമായിരുന്നില്ല. അങ്ങനെ നമ്മൾ ചുടുകാടിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടിയാണ് സ്റ്റെഫിൻ നമ്മോട് പങ്കുവച്ചത്. അസ്തമയത്തിന് മുൻപ് തന്നെ സംസ്കാരം നടത്താൻ കഴിയുന്ന വിധത്തിൽ അവിടെ ക്രമീകരണങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതേസമയം വീട്ടിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ബന്ധുജനങ്ങൾക്ക് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയമായിരുന്നു.